എൻ്റെ പേര് അമൽ. ഞാൻ തിരുവല്ല സെൻറ്റ് മേരീസ് മോട്ടോഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഗിറില്ല 450 എന്ന് പറഞ്ഞ മോഡലിനെ പറ്റിയാണ്. ഗിറില്ല ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ 2 വേരിയൻസിലാണ് വരുന്നത്. ഗിറില്ല മോഡൽ വരുന്നുണ്ട്, അതുപോലെ ഗിറില്ല അപ്പെക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പം അതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് നോക്കാം. ഗിറില്ലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർഫോമൻസ് റോഡ് സെറ്റ് കാറ്റഗറി വരുന്ന മോഡലാണ്. ഒരു നേക്കഡ് ലുക്ക് ആയിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നമുക്ക് വരുന്നത്. നമുക്ക് ഫീച്ചേഴ്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് LED ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോമ്പാക്ട് സൈസിലൊരു നേക്കഡ് ലുക്കിലാണ് നമുക്ക് ആ ഒരു LED ഹെഡ്ലൈറ്റ് ഇത് ചെയ്തേക്കുന്നത്. അതേപോലെ നമുക്ക് വീൽസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോയ് വീലാണ് നമുക്ക് വരുന്നത്. അലോയ്സ് ആയതുകൊണ്ട് തന്നെ വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ടയേഴ്സിലോട്ട് നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് റോഡ് ഫോക്കസ്ഡ് ടയേഴ്സാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് 4 ഗേറ്റർ നമുക്ക് വരുന്നുണ്ട്. ടാങ്ക് കപ്പാസിറ്റിയോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം ഒരു 2 ലിറ്ററോളം നമുക്ക് റിസർവിങ് നമുക്ക് വരുന്നുണ്ട്. റിയർ ലൈറ്റ് നമുക്ക് ടെയിൽ ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ടെയിൽ ലൈറ്റും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. എഞ്ചിൻ സൈഡിലോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെർപ്പ 450cc ലിക്വിഡ് കൂളർ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. കുറച്ചുകൂടെ 450 സെഗ്മെൻറ്റിൽ കുറച്ചുകൂടെ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൂടെയാണ് നമുക്ക് വരുന്നത്. 40.2 bhp പവറിൽ 40 Nm ടോർക്കിലുമാണ് എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമുക്ക് 450 സെഗ്മെൻറ്റിൽ ഗിറില്ലയിൽ നമുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഒരു പെർഫോമൻസ് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫീൽ ചെയ്യും. സെക്കൻഡ് ഗിയറിലൊക്കെ അത്യാവശ്യം നല്ല അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് ഡാഷാണ് നമുക്ക് നോർമലി നമുക്ക് ഗിറില്ല എന്ന് പറഞ്ഞ വേരിയൻസിൽ വരുന്നത്. ഇതിൽ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 2 റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. റൈഡിങ്ങിൽ നമുക്ക് സ്പോർട്ട് അതുപോലെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ 2 റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. സ്പോർട്ട് വരുമ്പോൾ നമുക്കൊരു കാഷ്വൽ റൈഡിങ് എക്സ്പീരിയൻസും അതുപോലെ സ്ട്രീറ്റ് വരുമ്പോൾ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്കിതിൽ നമുക്ക് ഫുൾ മാപ്പ് നാവിഗേഷൻ അറിയാൻ പറ്റും. നാവിഗേഷൻ നമ്മുടെ റോയൽ എൻഫീൽഡ് ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാപ്പ് നാവിഗേഷൻ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. സി ടൈപ്പ് ഓഫ് ചാർജിങ് പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഹസാർ ലൈറ്റ് 4 ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്. നിലവിലുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിലുണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഗിറില്ല വേരിയൻറ്റ് നമുക്കൊരു കാഷ്വൽ റൈഡിങ് എക്സ്പീരിയൻസ് തരുന്നതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് ഗിറില്ല അപ്പെക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നോക്കാം. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗിറില്ല അപ്പെക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിനെ പറ്റിയാണ്. അപ്പെക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പോർട്ടി ലുക്കായിരിക്കും നമുക്ക് വരുന്നത്. നമുക്കിപ്പം നോക്കിയാൽ തന്നെ അറിയാം, നമുക്കൊരു ഹെഡ്ലൈറ്റ് കൗള് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് കൗള് അതുപോലെ സീറ്റ് കൗള് നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് 4 ഗേറ്റർ വരുന്നില്ല, നേക്കഡ് ലുക്കായിരിക്കും വരുന്നത്. ഈ ഒരു വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ നമുക്കൊരു 25 mm വെയിറ്റ് റിഡക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഹൈറ്റ് റിഡക്ഷൻ വരുന്നുണ്ട്. അതേപോലെ 800 ഗ്രാമോളം നമുക്ക് വെയിറ്റ് റിഡക്ഷൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റൈഡിംഗ് പോസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരും. നമുക്ക് മറ്റേ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ ഹാൻഡിലിൻ്റെ ഹൈറ്റ് കുറവാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡിങ് പോസ്റ്ററുള്ള ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക്, ഒരു സ്പോർട്ടി റൈഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഗിറില്ല അപ്പെക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഗിറില്ല നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ഈ ഒരു കളറാണ്. നമുക്ക് ട്വിലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ അപ്പെക്സ് റെഡ് എന്ന് പറഞ്ഞ 2 കളറാണ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് 322 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പെക്സ് ബ്ലാക്ക് അതുപോലെ തന്നെ അപ്പെക്സ് ഗ്രീൻ എന്ന് പറഞ്ഞ 2 കളർ വരുന്നുണ്ട്. ഇത് വരുമ്പോൾ 331 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് പീക്സ് ബ്രോൺസ് അതുപോലെ തന്നെ ഷാഡോ ആഷ് ഗ്രീന് സ്മോക്ക് സിൽവർ എന്ന് പറഞ്ഞ 3 കളറാണ്. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 344 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതേപോലെ ടോപ്പ് വേരിയൻറ്റ് നമുക്ക് ബ്രാവ ബ്ലൂ എന്ന് പറഞ്ഞ കളറും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ 351 വരും ആ ഒരു കളർ വരുമ്പോഴത്തേക്ക്. ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് നമുക്ക് ഗിറില്ല എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിൽ വരുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല രാമഞ്ചിറ സിഗ്നലിൻ്റെ അടുത്തായിട്ടാണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. താങ്ക് യു.